ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ മീൻ കറിയാണ്. പച്ചമുളക് വെച്ചിട്ടുള്ളൊരു മീൻ കറി. പേര് പോലെ തന്നെ എരിവ് മുഴുവൻ പച്ചമുളകിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നും വഴറ്റിയല്ല ചേർക്കുന്നത്. തേങ്ങാപ്പാലിലേക്ക് പച്ചയായിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. ആകെ കൂടി ഇതിനകത്തുള്ള ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയെല്ലാം നല്ല എളുപ്പമാണ്. ഇനി ഈ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 കഷ്ണം മീനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ഇരിക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്. പിന്നെ വേണ്ടുന്നത് പച്ചമുളകാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കറിയുടെ എരിവ് മുഴുവൻ ഈ പച്ചമുളകിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 പച്ചമുളക് നടുവേ കീറി വെച്ചിരിക്കുകയാണ്. പക്ഷെ നല്ലപോലെ എരിവ് വേണ്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പച്ചമുളക് ചേർക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത് നിറത്തിന് വേണ്ടി ചേർക്കുന്നതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടുന്നത് കൊടംപുളിയാണ്. കൊടംപുളിയുടെ വീര്യത്തിനനുസരിച്ച് വേണം കൊടംപുളി ചേർക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ എനിക്ക് നല്ലപോലെ പുളി ഇറങ്ങുന്ന ടൈപ്പ് കൊടംപുളിയാണ്. അതുകൊണ്ട് ഞാനിവിടെ 2 എടുത്തിട്ടുള്ളൂ. ഇനി പുളി കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടുന്നത് തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് ഒരു 2 കപ്പ്, തേങ്ങാപ്പാലിൻ്റെ 1ാം പാല് 1/2 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്. ഇനി കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കടുക് ആവശ്യത്തിന്, വറ്റൽമുളക് ഒരു 2 എണ്ണം, ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് ഒരു 2 എണ്ണം. ആദ്യം കറി വെക്കാനുള്ള പാനിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പിലയും, ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 2 കഷ്ണം കൊടംപുളിയും ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് തീ ഓണാക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തീ നല്ല ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ദാ തേങ്ങാപ്പാലും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മീൻ ചെറിയ തീയിലിട്ട് വേവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാനിതൊന്ന് തുറന്ന് ചുറ്റിച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ ദാ നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. കുറച്ചൊരു ഉപ്പ് കുറവാന്ന് തോന്നുന്നു, കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ കണക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലിൻ്റെ 1ാം പാലാണ്. ആ 1ാം പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. 1ാം പാല് ചേർത്തതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കരുത്. 1/2 കപ്പ് 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ മീൻ കറിയിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക്, അതിനോടൊപ്പം തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. മൂത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിനി നമുക്ക് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇതാ നമ്മുടെ പച്ചമുളക് വെച്ചിട്ടുള്ള സ്പെഷ്യൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു മീൻകറിയാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയണം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.